ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ കമന്റുകളിലൂടെയും ടെലിഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും പലരും എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ചോദ്യം ഇതായിരുന്നു: ഞാൻ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവന്റ് അല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അത്ര കോൺഫിഡൻസും ഇല്ല, എനിക്ക് UAE ടീച്ചറായിട്ട് ജോലി നേടാൻ സാധിക്കുമോ? ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. UAE ഭൂരിഭാഗം സ്കൂളുകളിലും ഇംഗ്ലീഷ് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അതിനാൽ തന്നെ ഇത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ അത്യാവശ്യകത ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി കുറവാണ് എങ്കിലും UAE ടീച്ചറായിട്ട് ജോലി നേടാൻ സാധിക്കും. നിങ്ങളുടെ CV UAE ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചിങ് ജോബിനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ജോലി നേടാൻ സാധിക്കും. ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല എന്ന് പറയുന്നവരിൽ ഭൂരിഭാഗം പേരും അവരവരുടെ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ടെക്നിക് ഉണ്ട്. ഈ ടെക്നിക് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ടീച്ചിങ് ജോബ് ഇന്റർവ്യൂവിന് എത്ര സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ എത്ര പാർട്ടുകളാണ് ഉള്ളതെന്ന്. UAE ഭൂരിഭാഗം സ്കൂളുകളിലും ടീച്ചിങ് ജോബ് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ചോദ്യം ഏതായിരിക്കും? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ടീച്ചിങ് എക്സ്പീരിയൻസ്. ഈ ചോദ്യം വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ വളരെ ക്ലിയർലി ഈ ചോദ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം. മുൻകൂട്ടി ഈ ചോദ്യത്തിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും. ഈ ചോദ്യത്തിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഈ ചോദ്യത്തിന് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്നിവ ഉൾപ്പെടുത്തി ഏകദേശം 2 തൊട്ട് 3 മിനിറ്റ് വരെ സംസാരിക്കാൻ പാകത്തിന് ഒരു സ്ക്രിപ്റ്റ് നേരത്തെ തയ്യാറാക്കി വെക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസ്, ടീച്ചിങ്ങിലുള്ള പാഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സിനും ഫ്രഷേഴ്സിനും ഇത് 2 രീതിയിൽ വേണം തയ്യാറാക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ആൻസർ കാണിച്ചു തരാം. ഈ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ആൻസർ ഉണ്ടാക്കുക. ഒരിക്കലും ഇത് കോപ്പി ചെയ്യരുത്. നിങ്ങൾ തയ്യാറാക്കിയ ഈ ചോദ്യത്തിന്റെ ഉത്തരം പലതവണ പറഞ്ഞു പഠിക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറയാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും നിങ്ങൾ തയ്യാറാക്കി വെച്ച റെസ്പോൺസ് നോക്കി വീണ്ടും ശ്രമിക്കുക. പലതവണ ശ്രമിക്കുക. പലതവണ പറയാൻ ശ്രമിച്ചതിന് ശേഷം ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേറൊരു വഴിയും കൂടെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ കേട്ടു നോക്കുക. നിങ്ങൾ കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അടുത്ത തവണ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ഇന്റർവ്യൂവറിന് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയാറ്. അതിനാൽ തന്നെ വളരെ നന്നായി പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഈ സ്റ്റെപ്പിൽ നിങ്ങൾ ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ സ്റ്റെപ്പ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിന് മുമ്പിൽ പേടിക്കുകയോ ടെൻഷൻ ആയതുപോലെ ആവുകയോ ചെയ്യരുത്. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ വിചാരിക്കും നിങ്ങൾ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ടീച്ചിങ് ജോബ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവർ പലപ്പോഴും ചിന്തിക്കും. അതിനാൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ വേണം ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാനായിട്ട്.
ഈ പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഈ ക്വസ്റ്റ്യൻസിന്റെ സാമ്പിൾ റെസ്പോൺസുകളും കാണാൻ സാധിക്കും. അപ്പൊ ഈ സാമ്പിൾ റെസ്പോൺസ് ഒരിക്കലും കോപ്പി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വയം നിങ്ങളുടേതായ രീതിയിൽ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഈ ഉത്തരം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഈ ഉത്തരങ്ങൾ സ്വയം പറഞ്ഞു നോക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക. പലപ്പോഴും നമുക്ക് ഓരോ തെറ്റുകൾ കേൾക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പിന്നീട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എവിടെയാണ് തെറ്റ് പറഞ്ഞത്. അപ്പം അതൊക്കെ തിരുത്തി നിങ്ങൾക്ക് നന്നായിട്ട് അടുത്ത പ്രാവശ്യം അത് സെയിം ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ചിലപ്പോൾ ഞാൻ ഈ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. വേറെ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഡൗൺ ആകരുത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ സെന്റൻസുകളൊക്കെ, അതായത് ഇപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെന്റൻസുകളൊക്കെ ഓർത്ത് വെച്ച് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിച്ച് പറയുന്നത് പോലെ പറയാൻ ശ്രമിക്കരുത്. ഇത് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാകും. കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ സ്റ്റെപ്പ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് ജോബ് ഇന്റർവ്യൂവിന്റെ 80% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള 20% ആണ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ഡെമോ ക്ലാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സബ്ജക്ട് മാറ്റേഴ്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചറാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സബ്ജക്ട് ബേസ്ഡ് വൊക്കാബുലറീസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഡെമോ ക്ലാസ് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഈ ഡെമോ ക്ലാസ്സിൽ പ്രത്യേകമായിട്ടും നിങ്ങളുടെ ടീച്ചിങ് ടെക്നിക്കുകൾ അവർ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ടെക്നിക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ സ്റ്റെപ്പ് പ്രിപ്പയർ ചെയ്യുവാനായിട്ട്. നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ടീച്ചർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഈ ടീച്ചിങ് ടെക്നിക്കുകളെല്ലാം അറിയാവുന്നവരായിരിക്കും. ഇനി ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടീച്ചിങ് ടെക്നിക്കുകളൊക്കെ പഠിച്ചതിന് ശേഷം ഈ സ്റ്റെപ്പ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഡെമോ ക്ലാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്തു. ഇനിയാണ് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലെവൽ ഇംപ്രൂവ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതിനും വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിന് സജസ്റ്റ് ചെയ്യാം. ഇതിന് കൃത്യമായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കിട്ടുമെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസുകൾ കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് സിനിമ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമാസ് സബ് ടൈറ്റിൽ ഇല്ലാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ബുക്ക് വായിക്കാൻ സമയം കിട്ടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വൊക്കാബുലറീസ് കിട്ടുകയും ഇത് ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ, അതായത് പല വൊക്കാബുലറീസും എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ കിട്ടും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യുകയും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.